ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അന്നത്തെ രാത്രിയില് ദേവമംഗലത്ത് ആർക്കും ഉറക്കം ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റും? വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയായിരുന്നു എല്ലാവരും. കേട്ട കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല, വിശ്വസിക്കാനും പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. ശ്രീദേവിയെ കുറിച്ച് കേട്ടതൊക്കെ. ആരും ആഹാരം പോലും കഴിച്ചില്ല. മീനാക്ഷിയെ ഗോമതിയൊക്കെ പോയി ആഹാരം കഴിക്കാൻ വിളിച്ചെങ്കിലും അവര് വരാനായിട്ട് കൂട്ടാക്കില്ല. അതുപോലെ തന്നെയായിരുന്നു ശ്രീദേവി. അത്താഴമൊന്നും കഴിച്ചില്ല. ആർക്കും വിശപ്പില്ല, ദാഹവും ഇല്ലാത്തൊരവസ്ഥ. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കരുതിയിട്ട് ശ്രീദേവി മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം കൂടെ വന്നു. ആനന്ദ് വന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും കാരണം നീ ഒറ്റ എഴുത്തിയാ. ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ. എന്റെ അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ആനന്ദേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, വേണ്ട, എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട. നിന്റെ അച്ഛൻ തന്നെയാണ് കള്ളന്. ഞാൻ കരുതി നീ ആയിരിക്കുന്ന, പക്ഷെ നിന്റെ അച്ഛനായി പോയി. സാരമില്ല, പരന്നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാലേ നിന്റെ അച്ഛൻ കാരണമാടി എന്റെ മാമൻ വരെ ഇവിടുന്ന് പോയത്. നിന്റെ കള്ളത്തരങ്ങൾ അങ്ങനെ എനിക്ക് പൊളിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. അതിന് തെളിവ് സഹിതമാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഇത്ര ദുഷ്ടാന്ന് നിന്നെ കൊണ്ടൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്റെ പാവ അച്ഛനും അമ്മയ്ക്ക് അതിന് മാത്രം എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? അന്തേട്ടാ, ഞാൻ നിരപരാധിയാണ്. എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആരുടെ ഒരു 5 രൂപ പോലും എടുത്തിട്ടില്ല. പിന്നെ നീ വലിയ മാന്യത കളിക്കൊന്നും വേണ്ട. നാളെ എന്താണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും. പിന്നെ നീ ഈ വീട്ടിലുണ്ടായിരിക്കില്ല. ആനന്ദേട്ടാ, പ്ലീസ് ആനന്ദേട്ടാ, ഇങ്ങനൊന്നും പറയരുത് ആനന്ദേട്ടാ. ഞാൻ എന്ത് വെള്ളം ചെയ്യാം? എല്ലാവരുടെയും കാല് പിടിച്ച മാപ്പി ചോദിക്കാം. നീ ആരുടെയും കാലിലും കയ്യിലും ഒന്നും പിടിക്കാൻ പോണ്ട. നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നടി. ഇനി നിനക്ക് മുന്നോട്ടൊരു ജീവിതമില്ല ഈ കുടുംബത്തില്. എന്ത് ചെയ്യണമെന്ന് എന്റെ അച്ഛനും അമ്മയൊക്കെ എന്താളും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആനന്ദ് അവിടെ പോയി കിടക്കുകയാണ്. ആനന്ദിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രീദേവി ആണെങ്കിൽ അവിടെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുക. ശ്രീദേവിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നിയില്ല. അങ്ങനെ രാത്രിയിൽ ഇരുന്ന് തന്നെ ശ്രീദേവി നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന്. ഇതേ സമയം ഉദയഭാനും ശ്രീകലയും കൂടെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഉദയഭാനന്റെ ശ്രീകല ചോദിച്ചു, എന്താ ഉദയേട്ടാ, നമ്മൾ എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നേ? ഇനി ദേവമുളക്കല്ലേ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ബാലൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ വിശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടാണെന്ന് അറിയത്തില്ലോ. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഉദയഭാനൊരു ചെറിയൊരു ഭയമുണ്ട്. താൻ ഗോമതി സ്റ്റോൾസിൽ മോഷണം നടത്തിയിട്ടുണ്ട്. അതെങ്ങാനും പിടിക്കപ്പെടുവോ? എങ്ങനെ പിടിക്കപ്പെടാനായിട്ടാ? അല്ലെങ്കിൽ പിടിക്കപ്പെടാനാണ് നേരത്തെ പിടിച്ചാനും. അവിടെ CCTVയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടി വേണ്ട. കള്ളത്തരൊന്നും ആരും അറിയാനും പോകുന്നില്ല. ഇനി ഇടയ്ക്ക് തക്കം കിട്ടുമ്പോൾ അവിടെ പോയി മോഷ്ടിക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അല്ല ഉദയേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? ബാ. അല്ല, നമ്മളെങ്ങനെ പോവും? നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോവാം. അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കില്ലേ? അപ്പൊ ഉദയേട്ടൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ മതി. ശരിയാ, അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകാന്നോ എന്തേലും ഒരു കള്ളത്തരം ഞാൻ പറയാം. അങ്ങനെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ എന്തേലും വാങ്ങിച്ചോണ്ട് പോട്ടെ. എന്ത് വാങ്ങിച്ചോണ്ട് പോകാനായിട്ട്? ഇപ്പൊ വാങ്ങിച്ചോണ്ടൊന്നും പോകുന്നു വേണ്ട. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുവാന്ന് തോന്നടി. അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ദേവമംഗലത്തേക്ക് വരുന്നേ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതി എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. കാരണം ഉദയഭാനു ശ്രീകലം വരുമെന്നുള്ള കാര്യം ബാലന് ഗോമതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ഗോമതിയും കൂടെ അങ്ങോട്ട് അല്ല ഉദയഭാനും ശ്രീകലയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഉദയഭാൻ സാർ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ആദിത്യ മര്യാദ കാണിച്ചു. രണ്ടുപേരും അകത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ കയറുന്നേ. ഉദയഭാനു ചോദിച്ചു, എന്തൊക്കെയുണ്ട് ബാല വിശേഷങ്ങൾ? സുഖമൊക്കെ അല്ലേ? പിന്നെ സുഖമാണോന്നോ? നല്ല സുഖം തന്നെയാ. അല്ല, എന്തിയെ ദേവമോൾ? ദേവമോളെ കണ്ടില്ലല്ലോ. വിളിക്കാം, അകത്തുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. ഈ സമയം അകത്തുണ്ടായിരുന്ന ശ്രീദേവി അച്ഛൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടു. അവൾക്ക് മനസ്സിലായി അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അകത്തുനിന്ന് പാഞ്ഞങ്ങോട്ട് വരുവാണ് ആനന്ദ് വന്നിട്ട് ഉദയഭാനുവിനെ തല്ലാനായിട്ട് ഒരുങ്ങുവാണ്. നിങ്ങളെ ഞാൻ ശരിയാക്കും, നിങ്ങളെ കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ആകാശം ആനയൊക്കെ കയറി പിടിച്ചു. ഇതെന്താടാ മരുമോനെ നീ ഇങ്ങനെ കാണിക്കണേ? നിനക്കിത് എന്തു പറ്റി? അല്ല, ഇവരിത് എന്തു പറ്റി ബാല? ഇവരെന്തിനാ എന്നെ കൊല്ലാൻ വേണ്ടി വരണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, നിങ്ങളെ കൊല്ലുവല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ ഇരുന്നൊരു ഫ്ലവർ വേസ് ഉണ്ട്, അതെടുത്തോണ്ട് പോയി അടിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും ബാലനും എല്ലാവരും കൂടെ കയറി പിടിക്കുകയാണ്. മോനെ നീ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ബാല, നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കണേ? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? വിളിച്ചു വരുത്തി അപമാനിക്കുവാണോ? ആരപമാനിച്ചെന്നാ ഉദയഭാൻ സാറ് പറഞ്ഞേ? അല്ല, ആനന്ദ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആനന്ദ് എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് അത് അവനോട് തന്നെ ചോദിച്ചു നോക്ക്, അവനെല്ലാം അറിയത്തുള്ളൂ.
എടാ മോനെ ആനന്ദേ, നിനക്കിത് എന്ത് പറ്റി? മോന് മിണ്ടരുത് നിങ്ങള്. നിങ്ങൾ ഇത്രയും കാലം ചതിച്ചതും പോരാ, എന്നിട്ട് മോനെന്നും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പെട്ടെന്ന് ഉദയഭാനുവിന്റെ ശ്രീകലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഗോമതിയോട് ഉദയഭാനു പറഞ്ഞു, എന്താ ഗോമതി ഇതൊക്കെ? ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നിങ്ങളും മിണ്ടരുത്. നിങ്ങൾ എത്ര വലിയ ചതിയൊക്കെ ഞങ്ങളോട് ചെയ്തേ. ചതിയോ? ഞങ്ങൾ എന്ത് ചതി ചെയ്യുന്ന? നിങ്ങളുടെ മോള് MA ലിറ്ററേച്ചറാന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അതാണോ കാര്യം? അതിന് അവളെ MA ലിറ്ററേച്ചർ. പിന്നെ MA ലിറ്ററേച്ചർ വെറും 10ാം ക്ലാസ് അല്ലേ അവള്? അയ്യോ, നീക്ക് ആർക്കും വിശ്വാസമല്ലേ? വീട്ടിൽ ഗോൾഡ് മെഡൽ ഇരിപ്പുണ്ട് അവളെ ലിറ്ററേച്ചറിന്റെ. അത് വേണേ എടുത്തോണ്ട് കാണിക്കാം. അത് മതിയോ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, നിങ്ങളുടെ ഒരു മെഡലും ഇപ്പൊ ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് കാണണ്ട. നിങ്ങൾ ചെയ്ത ചതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പോരാത്തന്നെ ഇവള് പറയുകയും ചെയ്തു. ഈ വീട്ടിലേക്ക് ഇവളെ കയറ്റുവിട്ടത് മുതൽ നിങ്ങൾ ഓരോ ചതികളല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. ഇവളെന്തൊക്കെ വേഷം കിട്ടിയെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ മകന്റെ ഭാവിയാ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞേ. നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതിയോ? നിങ്ങളെ വിളിച്ചു വരുത്തി എന്തിനാണെന്നറിയോ? മോളെ കൈയോടുകൂടി അങ്ങോട്ട് ഏൽപ്പിച്ചു വിടാനാ. ശ്രീകല അന്തം വിട്ട് തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. എന്തൊക്കെയോ ഗോമതി പറയണേ. പിന്നെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ആ ജീവനത്തെ കാലം ഞങ്ങളെ പറ്റിച്ച് കഴിയാന്നോ? അത് മാത്രമല്ല, ഇയാളെ പോലൊരു അച്ഛനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പണം മോഷ്ടിക്കാനോ? ശ്രീകരയ്ക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ഉദയഭാനുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഒരിടത്തൊന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. അത്രക്കാരനൊന്നുമല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പണം മോഷ്ടിച്ചു പോലും ഞാൻ. അത് കേട്ടത് ആനന്ദ അകത്തേക്ക് കയറി ഓടി. മൊബൈലുമായിട്ട് വന്നു. എന്നിട്ട് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് വെച്ചു, പിന്നെ ഇത് ആരടോ? ഇത് താനല്ലേ? പിന്നെ തൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അങ്ങോട്ട് പറയണം. അത് കേട്ടപ്പോൾ ഉദയഭാനു പെട്ടെന്ന് ഇങ്ങനെ നോക്കി. അല്ല, അത് പിന്നെ ഞാന് താനിത് തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് മനസ്സിലായി. പാവം ഞങ്ങളുടെ മാമൻ ഈ വീട് വിട്ടു പോകാൻ കാരണം താൻ ഒറ്റയൊരുത്തനാ. ഇതിനു മുമ്പ് 25,000 രൂപ മോഷ്ടിച്ചു. പിന്നെ ഇപ്പോഴും. അത് കേട്ടതും പെട്ടെന്ന് തന്നെ ശ്രീല പറഞ്ഞു, അയ്യോ മോനെ, നിനക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്ന. എൻ്റെ ഉദയേട്ടൻ അത്രക്കാരനൊന്നും അല്ല. അത്രക്കാരനല്ല പോലും. എന്നിട്ടാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഭർത്താവിനെ. നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ ചതി ചെയ്യുന്നതെന്നറിയാം. അയ്യോ എൻ്റെ മോനെ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ശരിക്കും സ്ത്രീകളേക്ക് അറിയണ്ടായിരുന്നില്ലത് ഇങ്ങനെ മോഷിച്ചുകൊണ്ട് വരുന്ന പൈസയാന്ന്. എവിടെ നിന്നൊക്കെയോ തരികടപ്പടി ചെയ്തെടുക്കുന്നതാണെന്നാ കരുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മോൻ ഇത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. പോലീസ് വരട്ടെ. അയ്യോ ബാല, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ല പോലും. നിങ്ങളുടെ മോളുണ്ടല്ലോ, മോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവളെ കൈയോടെ പിടികൂടി ഞങ്ങള്. ഇനി ഒരു നിമിഷം പോലും അവളൊന്നും നിൽക്കാൻ പാടില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, എന്തിനാ വെച്ചാൽ അവരോട് ഇങ്ങനെയൊക്കെ പറയണേ? അടിച്ചിറക്കം എല്ലാത്തിനെയും കൂടെ. ഒരു നിമിഷം പോലും ഇവരിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോമതി പറഞ്ഞു, അതെ, നിങ്ങളുടെ മോള് ഹോട്ടലിൽ ജോലി എടുക്കാൻ പോയതും പിന്നെ സ്കൂളിൽ നല്ല 1ാം തരം ജോലി ബാലേട്ടൻ വാങ്ങിച്ചു കൊടുത്താ അവിടുന്ന് ചാടിപ്പോന്നോയ കഥകളൊക്കെ അവള് തന്നെ പറഞ്ഞു. എങ്ങനെ തോന്നി? നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ ഇവളെ ഇങ്ങോട്ട് മരുമോളായിട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഒന്നുമില്ലേലും ഇനി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നേരം. എൻ്റെ ബാലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇവളുടെ സ്വഭാവം കണ്ടുകൊണ്ട് മാത്രം. പക്ഷെ ഇവള് ഇത്രയും വലിയൊരു ചതിയെ ചെയ്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. ഒരു വാക്ക് കല്യാണത്തിന് മുമ്പ് പറയുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പാവന്റെ ബാലേട്ടൻ നിങ്ങളെ വിശ്വസിച്ചു പോയി. നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തന്ത്രപരമായിട്ട് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയും വലിയ ചതി ചെയ്ത നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുവോ? എൻ്റെ മകന്റെ ഭാവിയെ നിങ്ങൾ നശിപ്പിച്ചേ. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മോളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും സുഖമായിട്ട് അവൾക്കൊരു ജീവിതം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. അവളുടെ ജീവിതം തകർന്നെന്ന് എന്നെ കൂട്ടിയാൽ മതി. അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു, ഗോമതി, നിങ്ങളൊരു അമ്മയല്ലേ? ശ്രീയല്ലേ, നിനക്കറിയാലോ. എന്താന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ മിണ്ടരുത്. തെറ്റുപറ്റി പോയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് നിങ്ങളിത് പറയണേ. അപ്പോഴേക്ക് ശ്രീകൾ നേരെ തിരിഞ്ഞു. അതെ, അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും വരട്ടെ. അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. ആനന്ദിന്റെ ഭാര്യയല്ലേ അവള്. അപ്പൊ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. ബാലൻ ചാടി എഴുന്നേറ്റു. അതെ, നിയമവും കോടതിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കേസ് കൊടുക്കാം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളും പറയാം. ചതിച്ച് കല്യാണം നടത്തിയ എല്ലാ കാര്യങ്ങളും ആരെ പിടിച്ച് അകത്തിടുന്നത് നമുക്ക് കാണാം. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ട് കേസ് കൊടുക്കാൻ പോനെ. ഇനി ഇത് വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് ഉദയഭാനു ശ്രീകലയൊക്കെ നിൽക്കുകയാണ്. ശ്രീദേവി കരഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും മിണ്ടുന്നില്ല. എന്ത് മിണ്ടാനായിട്ടാ? തന്റെ അച്ഛനാണ് പോലും ഇങ്ങേര് തന്റെ ജീവിതം ആദ്യം നശിപ്പിച്ചു. അന്ന് കയ്യെ കല പിടിച്ചു പറഞ്ഞ ഒന്നും വേണ്ടാന്ന്. വീണ്ടും ഗോമതി സ്റ്റോഴ്സിൽ വന്ന് പണം മോഷ്ടിച്ച് വീണ്ടും തന്നെ നാണം കെടുത്തി തന്റെ ജീവിതം ഇല്ലാതാക്കി. തന്റെ ജീവിതം ഇങ്ങനെ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം തന്റെ അച്ഛനും അമ്മയാന്നുള്ള കാര്യം ശ്രീദേവിക്ക് 100% ഉറപ്പായിരുന്നു.
ഇവരുണ്ടെങ്കിൽ തനിക്കിനി ഒരിക്കലും ഒരു നല്ല ജീവിതം ഇല്ല എന്നുള്ള കാര്യം ശ്രീദേവി തിരിച്ചറിയുകയും ചെയ്യും. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.